ഹായ് ഹലോ നമസ്കാരം. ചോയ്സ് പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. എറണാകുളം ജില്ലയിൽ കളമശ്ശേരിക്കടുത്തായി ആർക്കിടെക്ട് സ്റ്റൈലിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു കൊളോണിയൽ സ്റ്റൈൽ വീടിൻ്റെ വിശേഷവുമായാണ് ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. 300 സെൻറ്റ് ഒറിജിനൽ ലാൻഡിൽ 1650 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം പ്ലസ് യൂട്ടിലിറ്റി ആയിട്ടാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. തീർച്ചയായും ഇതൊരു ഗേറ്റഡ് വില്ല പ്രൊജക്റ്റാക്കിയാണ് ബിൽഡർ ചെയ്തിരിക്കുന്നത്. ഈ വീട്ടിൽ നിന്ന് കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് വരുന്ന ദൂരം 6 കിലോമീറ്ററാണ്. കൂടാതെ കളമശ്ശേരി മെഡിക്കൽ കോളേജ്, HMT ജംഗ്ഷൻ, ക്യുസാറ്റ്, സെൻറ്റ് പോൾസ് കോളേജ്, സൺറൈസ് ഹോസ്പിറ്റൽ, ഭാരത് മാതാ കോളേജ് എന്നിവിടങ്ങളിലേക്കെല്ലാം 3 കിലോമീറ്ററിൽ താഴെ മാത്രമാണ് ദൂരമുള്ളത്. ഇതൊരു ഗേറ്റഡ് വില്ല ആയതുകൊണ്ട് തന്നെ കസ്റ്റമറുടെ ഇഷ്ടപ്രകാരം മാത്രമാണ് സെപ്പറേറ്റ് ഗേറ്റുകൾ ചെയ്തു കൊടുക്കുന്നത്. ഒരു SUV കാർ നമുക്ക് ഈ വീടിൻ്റെ കവേർഡ് കാർ പാർക്കിംഗ് ഏരിയയിൽ സുഖമായി പാർക്ക് ചെയ്യാവുന്നതാണ്. GI ട്യൂബും ടെക്സ്ചർ വർക്കൊക്കെ നൽകി വളരെ മനോഹരമാക്കി തന്നെയാണ് വീടിൻ്റെ ചുറ്റുമതിൽ ചെയ്തിരിക്കുന്നത്. വീടിൻ്റെ മുൻവശത്തായി നല്ലൊരു ഗാർഡനും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ബാംഗ്ലൂർ സ്റ്റോൺ വിരിക്കാനുള്ള വർക്ക് കൂടി ഇവിടെ പെൻഡിംഗ് ഉണ്ട്. കോബിൾ സ്റ്റോൺസ് ആണ് ഇവിടെ പാർക്കിംഗ് ഏരിയയിലായി യൂസ് ചെയ്തിരിക്കുന്നത്. ഈ വീട്ടിലെ പ്രധാന ജലസ്രോതസ് എന്ന് പറയുന്നത് കിണർ വെള്ളം തന്നെയാണ്. വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് കിണർ വരുന്നതും. ടൈൽസും ഗ്രാനൈറ്റും മിക്സ് ചെയ്തുകൊണ്ടുള്ള ചെറിയൊരു സിറ്റ് ഔട്ടാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. മെയിൻ എൻട്രൻസ് വഴി നമ്മൾ ആദ്യം കടന്നു ചെല്ലുന്നത് ഈ വീട്ടിലെ ഗസ്റ്റ് ലിവിംഗ് സ്പേസിലേക്കാണ്. വലിയൊരു കോർണർ സെറ്റി നമുക്കിവിടെ സുഖമായി പ്ലേസ് ചെയ്യാവുന്നതാണ്. വലിയ വെന്റിലേഷനുകൾ തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. മൾട്ടിവുഡിൽ തീർത്തൊരു TV യൂണിറ്റും ഇവിടെ കൊടുത്തിട്ടുണ്ട്. സ്പോട്ട് ലൈറ്റുകളും വിനീറുമെല്ലാം നൽകി വളരെ ഗ്രാൻഡാക്കി തന്നെയാണ് ഈ വീടിൻ്റെ സീലിംഗ് വർക്കും ചെയ്തിരിക്കുന്നത്. ലിവിംഗ് ഏരിയയിലായി വലിയൊരു ഗ്ലാസ് പാർട്ടീഷനും ഇവിടെ ഒരു ഓപ്പണിംഗ് നമുക്ക് കാണാം. ഒരു വാട്ടർ ഫൗണ്ടനൊക്കെ നൽകി വളരെ അട്രാക്റ്റീവായി തന്നെയാണ് ഈ ഏരിയ ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഈ വീട്ടിലെ ഡൈനിങ് സ്പേസിലേക്കൊന്ന് കടന്നു ചെല്ലാം. ഒരു 8 സീറ്റർ ഡൈനിങ് ടേബിളൊക്കെ സുഖമായി ഇവിടെ നമുക്ക് പ്ലേസ് ചെയ്യാവുന്നതാണ്. ഡൈനിങ് ഏരിയയോട് ചേർന്ന് വലിയൊരു വെന്റിലേഷനും നമുക്കിവിടെ കാണാം. ഡൈനിങ് സ്പേസിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായി വളരെ ഗംഭീരമാക്കി തന്നെയാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. പ്രീമിയം ലുക്കിൽ തന്നെ ഇത് ഫിനിഷ് ചെയ്യാൻ ബിൽഡർക്ക് സാധിച്ചിട്ടുണ്ട്. ഒരു ഡബിൾ ഹൈറ്റഡ് ഏരിയയൊക്കെയാണ് ഈ ഭാഗം ചെയ്തിരിക്കുന്നത്. അവിടുന്ന് നമുക്ക് നേരെ ഈ വീടിൻ്റെ കിച്ചണിലേക്കൊന്ന് കടന്നു ചെല്ലാം. കിച്ചണിലേക്കുള്ള എൻട്രൻസിൽ മുകൾ ഭാഗത്തും സൈഡിലെല്ലാം സ്റ്റോറേജ് സ്പേസും ക്രോക്കറി യൂണിറ്റൊക്കെ നൽകി മനോഹരമാക്കി തന്നെ കബോർഡ് വർക്കുകൾ നൽകിയിട്ടുണ്ട്. നമുക്കിനി ഈ വീടിൻ്റെ കിച്ചണിലേക്കൊന്ന് പ്രവേശിച്ച് നോക്കാം. ലൈറ്റ് ഗ്രീൻ ഷെയ്ഡിൽ വരുന്ന നല്ലൊരു കളർ തന്നെയാണ് ഇവിടെ കബോർഡിനായി ചൂസ് ചെയ്തിരിക്കുന്നത്. കസ്റ്റമർക്കായി ബിൽഡർ ഇവിടെ ഒരു ചിമ്മിണിയും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. താഴെയും മുകളിലുമായി ആവശ്യത്തിന് സ്റ്റോറേജ് സ്പേസുകളും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കിച്ചൻ്റെ സെയിം ഫിനിഷിങ്ങിൽ തന്നെയാണ് ഇവിടിൻ്റെ വർക്ക് ഏരിയയും ചെയ്തിരിക്കുന്നത്. സീലിംഗ് ഒക്കെ നൽകി ഫുൾ കവേർഡ് ആക്കിയാണ് ഈ ഭാഗം ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ വീട്ടിലെ 1ാമത്തെ ബെഡ്റൂമിലേക്കൊന്ന് കടന്നു ചെല്ലാം. ഒരു ഫർണിഷ്ഡ് ബെഡ്റൂമാക്കിയാണ് ഈ ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. ഏകദേശം 12 അടി നീളവും 10 അടി വീതിയുമാണ് ഈ ബെഡ്റൂമിന് വരുന്നത്. ബെഡ്റൂമിൻ്റെ ഒരു കോർണറിലായി ഭംഗിയുള്ള ഒരു ഹാങ്ങിങ് ലൈറ്റും ഇവിടെ നമുക്ക് കാണാം. 3 പാളികൾ കൊടുത്തുകൊണ്ടുള്ള ഭംഗിയുള്ളൊരു വാർഡ്രോബും ഇവിടെ നൽകിയിട്ടുണ്ട്. എല്ലാ വിൻഡോസിലും ബ്ലൈൻഡ്സും നൽകിയിട്ടുണ്ട്. ബെഡ്റൂമിൻ്റെ മറ്റൊരു കോർണറിലായി ഇവിടെ ഒരു ഡ്രസ്സിംഗ് യൂണിറ്റും സെറ്റ് ചെയ്തിട്ടുണ്ട്. വിനീറൊക്കെ നൽകിക്കൊണ്ടുള്ള ഭംഗിയുള്ളൊരു സീലിംഗ് വർക്ക് തന്നെയാണ് റൂമിലും കൊടുത്തിരിക്കുന്നത്. നമ്മളിപ്പോൾ കാണുന്നതാണ് ഈ റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം. വളരെ സ്റ്റാൻഡേർഡാക്കി തന്നെയാണ് ഈ ഭാഗവും ചെയ്തിരിക്കുന്നത്. ഗ്ലാസ് പാർട്ടീഷൻ എല്ലാം നൽകി വെറ്റ് ആൻഡ് ഡ്രൈ ആക്കി തിരിച്ചാണ് ഇവിടെ ബാത്റൂം കൊടുത്തിരിക്കുന്നത്. ഈ വീട്ടിലെ ഗ്രൗണ്ട് ഫ്ലോറിലെ വിശേഷങ്ങൾ ഏകദേശം നമ്മൾ പൂർത്തിയാക്കി കഴിഞ്ഞു. നമുക്കിനി ഈ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലേക്കൊന്ന് പോയി നോക്കാം. വുഡൻ സ്റ്റെയറുകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ടഫൺ ഗ്ലാസ് ഇട്ട് വുഡൻ ടോപ്പ് കൊടുത്ത് ഹാൻഡ് റെയിലും ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി ചെല്ലുമ്പോഴുള്ള മനോഹരമായൊരു വ്യൂ തന്നെയാണ് ഇവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. 1ാം നിലയിലേക്ക് കയറി ചെല്ലുമ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് ചെറിയൊരു ലിവിംഗ് സ്പേസ് ആണ്. ഭംഗിയുള്ളൊരു ഹാങ്ങിങ് ലൈറ്റൊക്കെ ഇവിടെ നൽകിയിരിക്കുന്നത് നമുക്ക് കാണാം. നമുക്കിനി ഈ വീടിൻ്റെ യൂട്ടിലിറ്റി ഏരിയ ഒന്ന് കണ്ടു നോക്കാം. GI ട്യൂബിൽ തീർത്ത വലിയൊരു ഓപ്പൺ വിൻഡോ ഇവിടെ നൽകിയിട്ടുണ്ട്. വാഷിംഗ് മെഷീൻ വെക്കുന്നതിനായിട്ടുള്ളൊരു പോയിന്റും ബിൽഡർ ഇവിടെ നൽകിയിട്ടുണ്ട്. നമുക്കിനി വീട്ടിലെ 2ാമത്തെ ബെഡ്റൂം ഒന്ന് കണ്ടു നോക്കാം.
തീർച്ചയായും ഈ ബെഡ്റൂമും ഒരു ഫർണിഷ്ഡ് ബെഡ്റൂമാക്കി തന്നെയാണ് ബിൽഡർ ചെയ്തിരിക്കുന്നത്. ഏകദേശം 12 അടി നീളം തന്നെയാണ് ഈ ബെഡ്റൂമിനും വരുന്നത്. നല്ലൊരു പ്ലെയിൻ സീലിംഗ് വർക്കും ഈ റൂമിൽ നമുക്ക് കാണാവുന്നതാണ്. ബെഡ്റൂമിന്റെ ഒരു കോർണറിലായി അത്യാവശ്യം വലിപ്പമുള്ളൊരു ഡ്രസ്സിംഗ് യൂണിറ്റ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഡ്രസ്സിംഗ് യൂണിറ്റിന്റെ എതിർവശത്തായി 3 പാളികൾ കൊടുത്തുകൊണ്ടുള്ള മനോഹരമായൊരു വാർഡ്രോബും ഇവിടെ നമുക്ക് കാണാം. അല്പം നീളമേറിയൊരു ബാൽക്കണി കൊടുത്തുകൊണ്ടാണ് ഈ ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. ഗ്ലാസ് പാർട്ടീഷൻ ചെയ്ത് കവർ ചെയ്ത് വളരെ സേഫാക്കി തന്നെയാണ് ഈ ഭാഗം ചെയ്തിരിക്കുന്നത്. നമ്മളിപ്പോൾ കാണുന്നതാണ് ഈ റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം. വെറ്റ് ആൻഡ് ഡ്രൈ ആക്കി തിരിച്ച് തന്നെയാണ് ഈ ബാത്റൂമും ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഈ വീട്ടിലെ മൂന്നാമത്തെയും അവസാനത്തെയും ബെഡ്റൂമിലേക്കൊന്ന് കടന്നു ചെല്ലാം. ഏകദേശം 12 അടിയോളം നീളത്തിൽ തന്നെയാണ് ഈ ബെഡ്റൂം നൽകിയിരിക്കുന്നത്. 4 പാളികൾ കൊടുത്തുകൊണ്ടുള്ള വലിയൊരു വാർഡ്രോബ് തന്നെ ഈ റൂമിൽ നമുക്ക് കാണാനാവുന്നുണ്ട്. നല്ലൊരു പ്ലെയിൻ സീലിംഗ് വർക്കും ഈ ബെഡ്റൂമിൽ കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഈ റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം ഒന്ന് കണ്ടു നോക്കാം. ഒരാൾക്കൊക്കെ ചേറിട്ടിരിക്കാൻ പറ്റുന്ന ചെറിയൊരു ബാൽക്കണി ഇവിടെയും നൽകിയിട്ടുണ്ട്. നമുക്കിനി ഈ വീട്ടിലെ അവസാന ഭാഗമായ മെയിൻ ബാൽക്കണിയിലേക്കൊന്ന് കടന്നു ചെല്ലാം. മൊറോക്കൻ ടൈൽസ് ഒക്കെ കൊടുത്ത് വളരെ സ്പേഷ്യസ് ആക്കിയാണ് ഇവിടിന്റെ ബാൽക്കണി ചെയ്തിരിക്കുന്നത്. ടഫൻ ഗ്ലാസ് ആണ് ഇവിടെ ഹാൻഡ് റെയിലായി കൊടുത്തിരിക്കുന്നതും. ഗ്ലാസ് പാർട്ടീഷനും ലൂവർ പാനൽ വർക്കും നൽകിയാണ് ഇവിടെ റൂഫിംഗ് ചെയ്തിരിക്കുന്നത്. ഈ മനോഹരമായ വീടിന്റെ എല്ലാവിധ വിശേഷങ്ങളും ഏകദേശം നമ്മൾ പങ്കുവച്ചു കഴിഞ്ഞു. നമുക്കിനി അറിയേണ്ടത് ഈ വീടിന്റെ വിലയെ പറ്റിയാണ്. 300 സെന്റ് ഒറിജിനൽ ലാൻഡിൽ 1650 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം പ്ലസ് യൂട്ടിലിറ്റി ആയിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഈ വീടിന് ബിൽഡർ ചോദിക്കുന്ന വില 90 ലക്ഷം രൂപയാണ്. വില തീർച്ചയായും നെഗോഷ്യബിൾ ആണ്. കൂടാതെ ലോണും അവൈലബിൾ ആണ്. ഈ വീട് ആരെങ്കിലും നേരിൽ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ ചോയ്സ് പ്രോപ്പർട്ടീസുമായി ബന്ധപ്പെടേണ്ടതാണ്. ഇതുപോലുള്ള വീഡിയോകൾ ഇനിയും കാണുന്നതിനായി തീർച്ചയായും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് തൽക്കാലം ഞങ്ങൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.